നമസ്കാരം. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്ന ആയുഷ്മാൻ ഭാരത് ഡിജിറ്റൽ മിഷന്റെ ഭാഗമായി എല്ലാവർക്കും സൗജന്യമായി ലഭ്യമാകുന്ന ഒന്നാണ് ആഭ നമ്പർ. ഇതെന്താണെന്നും ഇതിൻ്റെ പ്രയോജനങ്ങൾ എന്തൊക്കെയാണെന്നും എങ്ങനെ വളരെ എളുപ്പത്തിൽ വീട്ടിലിരുന്ന് തന്നെ ഇത് സ്വന്തമാക്കാമെന്നും ഇന്നത്തെ വീഡിയോയിലൂടെ നമുക്ക് നോക്കാം. എന്താണ് ആഭ നമ്പർ? ആഭ എന്നാൽ ആയുഷ്മാൻ ഭാരത് ഹെൽത്ത് അക്കൗണ്ട് എന്നാണ്. ലളിതമായി പറഞ്ഞാൽ ഇത് നമ്മുടെ ആരോഗ്യ വിവരങ്ങൾ ഡിജിറ്റലായി സൂക്ഷിക്കുന്നതിനുള്ള ഒരു അക്കൗണ്ടാണ്. നമ്മളുടെ ആധാർ കാർഡ് പോലെയോ പാൻ കാർഡ് പോലെയോ ആരോഗ്യരംഗത്ത് തിരിച്ചറിയുന്നതിനായി കേന്ദ്ര സർക്കാർ നൽകുന്ന 14 അക്കങ്ങളുള്ള ഒരു യൂണിക് ഐഡൻറ്റിഫിക്കേഷൻ നമ്പറാണിത്. നിങ്ങളുടെ എല്ലാ മെഡിക്കൽ റെക്കോർഡുകളും, ഡോക്ടറെ കണ്ട വിവരങ്ങൾ, രോഗനിർണയങ്ങൾ, ലബോറട്ടറി ടെസ്റ്റ് ഫലങ്ങൾ, മരുന്നുകളുടെ കുറിപ്പടികൾ എല്ലാം ഡിജിറ്റലായി ഒരിടത്ത് തന്നെ ലിങ്ക് ചെയ്യാനും സുരക്ഷിതമായി സൂക്ഷിക്കാനും ഈ നമ്പർ സഹായിക്കുന്നു. ആഭ നമ്പർ കൊണ്ടുള്ള പ്രയോജനങ്ങൾ. ഈ ആഭ നമ്പർ എടുക്കുന്നത് കൊണ്ട് നമുക്ക് പല പ്രയോജനങ്ങളുണ്ട്. പ്രധാനപ്പെട്ടവ താഴെ പറയുന്നവയാണ്. മെഡിക്കൽ റെക്കോർഡുകൾ ഡിജിറ്റലായി സൂക്ഷിക്കാം. നിങ്ങളുടെ പഴയ ഹോസ്പിറ്റൽ ഫയലുകൾ, ടെസ്റ്റ് റിസൾട്ടുകൾ തുടങ്ങിയവയെല്ലാം ഇനി ഡിജിറ്റലായി ഒരിടത്ത് തന്നെ സുരക്ഷിതമായി സൂക്ഷിക്കാം. ഇതോടെ ഫയലുകൾ നഷ്ടപ്പെടുമെന്നോ കേടുപാടുകൾ സംഭവിക്കുമെന്നോ ഉള്ള പേടി വേണ്ട. എളുപ്പത്തിൽ പങ്കുവയ്ക്കാം. നിങ്ങൾ മറ്റൊരു ഡോക്ടറെ കാണാൻ പോകുമ്പോഴോ അല്ലെങ്കിൽ പുതിയൊരു ഹോസ്പിറ്റലിൽ പോകുമ്പോഴോ പഴയ റെക്കോർഡുകൾ കൂടെ കൊണ്ടുപോകേണ്ട ആവശ്യമില്ല. ഡോക്ടറുടെ മുമ്പിൽ നിങ്ങളുടെ സമ്മതത്തോടെ നിങ്ങളുടെ ആഭ നമ്പർ നൽകിയാൽ അവർക്ക് പഴയ വിവരങ്ങൾ ഓൺലൈനായി പരിശോധിക്കാം. കൂടുതൽ വ്യക്തമായ രോഗനിർണയം. നിങ്ങളുടെ പഴയ രോഗവിവരങ്ങൾ, കഴിച്ച മരുന്നുകൾ, അലർജികൾ എന്നിവയെല്ലാം ഡോക്ടർക്ക് എളുപ്പത്തിൽ പരിശോധിക്കാൻ സാധിക്കുന്നതിലൂടെ രോഗനിർണയം കൂടുതൽ കൃത്യമായും വേഗത്തിലും നടത്താൻ സഹായകമാകും. രാജ്യമെമ്പാടും ഉപയോഗിക്കാം. ആയുഷ്മാൻ ഭാരത് ഡിജിറ്റൽ മിഷനുമായി സഹകരിക്കുന്ന രാജ്യത്തെ ഏത് ഹോസ്പിറ്റലിലും ഈ നമ്പർ ഉപയോഗിക്കാം. ടെലി കൺസൾട്ടേഷനുകൾ. ഓൺലൈൻ വഴി ഡോക്ടർമാരുമായി കൺസൾട്ടേഷൻ നടത്താനും ഇത് എളുപ്പമാക്കുന്നു. ചുരുക്കത്തിൽ നിങ്ങളുടെ ആരോഗ്യ സംരക്ഷണം കൂടുതൽ ലളിതവും കാര്യക്ഷമവുമാക്കുവാൻ ഈ ആഭ നമ്പർ നിങ്ങളെ സഹായിക്കുന്നു. എങ്ങനെ ആഭ നമ്പർ ഉണ്ടാക്കാം? ഇനി നിങ്ങളുടെ PC ഉപയോഗിച്ച് വളരെ എളുപ്പത്തിൽ ആഭ നമ്പർ എങ്ങനെ ഉണ്ടാക്കാം എന്ന് നോക്കാം. ആദ്യം നിങ്ങളുടെ കമ്പ്യൂട്ടറിലെ ബ്രൗസർ ഓപ്പൺ ചെയ്ത് ആയുഷ്മാൻ ഭാരത് ഡിജിറ്റൽ മിഷൻ്റെ ഔദ്യോഗിക വെബ്സൈറ്റ് സന്ദർശിക്കുക. വെബ്സൈറ്റിൽ ക്രിയേറ്റ് ആഭ നമ്പർ എന്ന ഓപ്ഷൻ കാണാം. അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ 2 ഓപ്ഷനുകൾ കാണാം: യൂസിങ് ആധാർ, യൂസിങ് ഡ്രൈവിംഗ് ലൈസൻസ്. ഇതിൽ യൂസിങ് ആധാർ തിരഞ്ഞെടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. നെക്സ്റ്റ്, നിങ്ങളുടെ 12 അക്ക ആധാർ നമ്പർ കൃത്യമായി നൽകുക. അതിന് താഴെയുള്ള ഐ അഗ്രി ബോക്സിൽ ടിക്ക് ചെയ്യുക. ഒതൻറ്റിക്കേഷൻ ടൈപ്പ് സെലക്ട് ചെയ്യണം. ശേഷം താഴെ കാണുന്ന ക്യാപ്ച കോഡ് നൽകണം. നെക്സ്റ്റ് ക്ലിക്ക് ചെയ്ത് അടുത്ത പേജിലേക്ക് പോവുക. നിങ്ങളുടെ ആധാർ കാർഡുമായി ലിങ്ക് ചെയ്തിരിക്കുന്ന മൊബൈൽ നമ്പറിലേക്ക് ഒരു OTP വരും. ആ OTP കൃത്യമായി നൽകുക. താഴെ കമ്മ്യൂണിക്കേഷന് വേണ്ടി മൊബൈൽ നമ്പർ നൽകേണ്ടതുണ്ട്. ആധാർ ലിങ്ക്ഡ് മൊബൈൽ നമ്പർ തന്നെ നൽകുന്നതാണ് ബെറ്റർ. നെക്സ്റ്റ് പേജിൽ ഇമെയിൽ വേണമെങ്കിൽ നൽകാം, മാൻഡറ്ററി അല്ല. നെക്സ്റ്റ് നൽകി അടുത്ത പേജിൽ നിങ്ങൾക്കൊരു ആഭ അഡ്രസ്സ് ഉണ്ടാക്കാനുള്ള ഓപ്ഷൻ ലഭിക്കും. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒന്ന് തിരഞ്ഞെടുക്കാം, അല്ലെങ്കിൽ വെബ്സൈറ്റ് സജസ്റ്റ് ചെയ്യുന്നതിൽ നിന്ന് ഒരെണ്ണം തിരഞ്ഞെടുക്കാം. ശേഷം ക്രിയേറ്റ് ആഭ ക്ലിക്ക് ചെയ്യണം. ഇപ്പോൾ നിങ്ങളുടെ ആഭ നമ്പർ ജനറേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നു. സ്ക്രീനിൽ നിങ്ങളുടെ 14 അക്ക നമ്പർ, ആഭ അഡ്രസ്സ് എന്നിവയും നിങ്ങളുടെ ആഭ കാർഡ് ഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷനും കാണാം. ഡൗൺലോഡ് ആഭ കാർഡ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് അത് സേവ് ചെയ്ത് വെക്കുകയോ പ്രിൻ്റ് എടുക്കുകയോ ചെയ്യാം. നിങ്ങൾക്ക് കമ്പ്യൂട്ടർ ലഭ്യമല്ലെങ്കിൽ മൊബൈലിലെ ബ്രൗസർ ഉപയോഗിച്ചും ഇത് ഈസിയായി ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ കണ്ടല്ലോ എത്ര ലളിതമായാണ് സ്വന്തമായി ഒരു ആഭ നമ്പർ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നതെന്ന്. ഇത് വെറുമൊരു നമ്പർ മാത്രമല്ല, ഭാവിയിൽ നമ്മുടെയും കുടുംബത്തിൻ്റെയും ആരോഗ്യ സംരക്ഷണത്തിന് വലിയൊരു കരുതലാണ്. അതുകൊണ്ട് ഒട്ടും വൈകിക്കേണ്ട, ഇന്ന് തന്നെ നിങ്ങളുടെയും വീട്ടിലുള്ളവരുടെയും ഹെൽത്ത് ID കാർഡുകൾ തയ്യാറാക്കി വെക്കുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും വാട്സപ്പ് ഗ്രൂപ്പുകളിലേക്കും ഇത് ഷെയർ ചെയ്യാനും മറക്കരുത്. ഇതുപോലുള്ള ഉപകാരപ്രദമായ ഇൻഫർമേഷൻസിനായി ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായി കാണുന്നവരെ നന്ദി, നമസ്കാരം.